ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ചില രാജ്യങ്ങൾ വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അമേരിക്ക മുതൽ ഇങ്ങോട്ട് പല രാജ്യങ്ങളും ആയുധങ്ങൾ വൻതോതിൽ നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്ത് മറ്റു രാജ്യങ്ങളെ കൊണ്ടത് വാങ്ങിക്കുക വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഗ്ലോബൽ ആംസ് ട്രേഡിൻ്റെ 40% മുകളിൽ ഏകദേശം 50%-അടുത്തായിട്ട് അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് റഷ്യ, ഫ്രാൻസ് മാറി മറിഞ്ഞൊക്കെ ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് റഷ്യയും ഫ്രാൻസും ഒന്നും രണ്ടും മൂന്നും. പിന്നെ ബ്രിട്ടൻ, ഇസ്രായേൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ചൈന. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആയുധങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരല്ലോ, കാരണം ഇതിൻ്റെ കാര്യക്ഷമത, പ്രവർത്തനക്ഷമത അറിയണ്ടേ. അതിനവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർ സ്വന്തമായി യുദ്ധം ഉണ്ടാക്കി. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയൊക്കെ തന്നെയാണ് എപ്പോഴും നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും. അല്ലെങ്കിൽ അവരുടെ പ്രോക്സിയായിട്ട് പല രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ തന്നെ. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധം ഉണ്ടാക്കുകയും പല രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടാണ് അവർ ഈ അവരുടെ ആയുധങ്ങളുടെ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ തന്നെ പരീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാകിസ്ഥാനെതിരെ ഏകദേശം ഒരു 4 ദിവസത്തെ ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള യുദ്ധമായിരുന്നു. യുദ്ധത്തിന് സമാനം എന്ന് പറയാൻ പറ്റത്തില്ല. യുദ്ധം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ്, അല്ലെങ്കിൽ ഉർവശി ശാപ ഉപകാരം എന്ന പോലാണത് നമുക്കും. കാരണം ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച ആയുധങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് എത്രത്തോളം നമുക്ക് പ്രയോജനകരമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് പറയുന്നത്, മേന്മ, മെച്ചം, പ്രവർത്തനക്ഷമത, കാര്യക്ഷമതയൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒത്തിരി ആയുധങ്ങൾ, പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റവും പിന്നെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ പാകിസ്ഥാനെതിരെ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ മെച്ചം, എത്രത്തോളം ടെക്നോളജിക്കലി സുപ്പീരിയർ ആണ്, നമുക്ക് നമ്മുടെ ശത്രു രാജ്യത്തെ നമുക്ക് എത്രത്തോളം പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ സർവലൻസിലോ അല്ലെങ്കിൽ അവരുടെ എന്താ ഒരു വാച്ച്ഫുൾ ആയിട്ടുള്ള ഒരു, ഇപ്പോൾ അവരുടെ സിസ്റ്റത്തിൻ്റെ, ഇപ്പം അവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ റഡാർ, സാറ്റലൈറ്റ്, ഇതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വെപ്പൺസിന് ഈ എത്രത്തോളം എനിമി ടെറിട്ടോറിയൽ ചെന്നിട്ട് പ്രിസൈസായിട്ട്, ഷാർപ്പായിട്ട്, ഡീപ്പ് പെനിട്രേഷനിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നൊക്കെ ഉള്ളത് തെളിയിച്ചു തന്ന ഒരു സംഭവ വികാസമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് ഒത്തിരി ബെനഫിറ്റ്, അല്ലെങ്കിൽ ഒത്തിരി പ്രയോജനങ്ങൾ നൽകുകയുണ്ടായി എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതായത് നമ്മളുടെ ആയുധങ്ങൾ നമുക്ക് പരീക്ഷിക്കുവാനും പരീക്ഷിച്ചറിയാനൊക്കെ നമുക്ക് സാധിച്ചു. കാരണം ഇന്ത്യ ഇന്ന് അല്ലെങ്കിൽ ആഗോള ആയുധ കമ്പോളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിനകത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ്, നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ കൂടുതൽ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പല രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മളുടെ പലതരത്തിലുള്ള പ്രതിരോധപരമായിട്ടുള്ള, സൈനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ നമ്മൾ ഒത്തിരി കാലമായിട്ട്, ദശാബ്ദങ്ങളായിട്ട് നമ്മൾ നെറ്റ് ഇമ്പോർട്ടറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ഒട്ടുമിക്ക ആയുധങ്ങളും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഫ്രാൻസ്, ഇസ്രായേൽ, UK, ഇപ്പം കുറച്ച് നാളായിട്ട് അമേരിക്ക, ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും നമ്മൾ കൂടുതലും നമ്മുടെ ആവശ്യത്തിൻ്റെ കൂടുതലും ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. എന്നാലും നമുക്ക് തീർച്ചയായിട്ടും തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഇപ്പം ഒരു എന്താണ് പറയുന്നത്, അതിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു
പ്രവണത എന്ന് വെച്ചാൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന വൻതോതിൽ ആശ്രയിക്കുന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്വയം പര്യാപ്തതയൊക്കെ തന്നെ വെളിവാക്കുന്ന തരത്തിലുള്ളൊരു ഉം, കാഴ്ചയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഇന്ത്യയുടെ വെപ്പൺ സിസ്റ്റത്തിലൊക്കെ തന്നെ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റത്തിനാണ് ഏറ്റവും പ്രിയമേറിയതും അത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രാൻസ് നമ്മളുടെ പിനാക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും തീർച്ചയായിട്ടും ഒരുപക്ഷെ ഫ്രാൻസ് അത് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ലോങ് റേഞ്ച് വെപ്പൺസിലൊക്കെ തന്നെ ഫ്രാൻസ് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു എന്താണ് പറയുന്നത്, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്ര നാൾ നമ്മൾ ഫ്രാൻസിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഫൈറ്റർ എയർക്രാഫ്റ്റ് മുതലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ആ രാജ്യം തീർച്ചയായിട്ടും നമ്മളെ ആശ്രയിക്കുക അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഇതുപോലുള്ള ആയുധങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മികവ് ഇന്ത്യക്ക് തെളിയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ലക്ഷണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരു 4 ദിവസത്തെ യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള നിയർ വാർ എന്നുള്ളതാണ് സമാനമായിട്ടുള്ള സാഹചര്യം നമ്മൾ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുകയും വളരെ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിജയമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ഭാഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗത്തും ഇരു രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഇരു വശങ്ങൾക്കും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വാർ, ഇസ്രായേലിന് എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും മെച്ചപ്പെട്ടൊരു സേനയും അല്ലെങ്കിൽ രാജ്യമായിട്ട് തന്നെ. അപ്പോൾ യുദ്ധത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ എന്നാലും ഈ നെറ്റ് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. ആ സക്സസ് റേറ്റ് കൂടിയതിൻ്റെ കാരണം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മളുടെ ആയുധങ്ങളെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. അതിൻ്റെ ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി ഒക്കെ വളരെ മുൻപന്തിയിലായിരുന്നു എന്നുള്ളത് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആ ഓപ്പറേഷൻ സിന്ദൂറിനോടുണ്ടായ ഏറ്റവും പ്രയോജനം, വളരെ ഒരു എടുത്തു പറയത്തക്ക ഒരു പ്രയോജനം എന്നുള്ളതാണ്. നമ്മുടെ ആകാശ് സർഫസ് ടു എയർ മിസൈൽ അത് വളരെ ഇഫക്റ്റീവായിരുന്നു. പാകിസ്ഥാൻ്റെ ഡ്രോൺ, കാരണം പാകിസ്ഥാൻ നൂറുകണക്കിന് ഡ്രോണുകളാണ്, അതായത് ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെയുള്ള അവർ മേടിച്ച നൂറുകണക്കിന് ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ വിന്യസിക്കുകയും ആ ഡ്രോൺ അറ്റാക്കിൽ നിന്നൊക്കെ ഇന്ത്യയെ രക്ഷിച്ചത് നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച S-400 സുദർശന ചക്രം നമ്മൾ പേരിട്ട എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെയായിരുന്നു. ഇന്ത്യൻ ആർമിയും നേവിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ. ഇന്ത്യൻ ആർമി എയർഫോഴ്സും ആയിരുന്നു പങ്കെടുത്തത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഈ പറഞ്ഞ മിസൈലുകളും അല്ലെങ്കിൽ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ ഡിപ്ലോയ് ചെയ്യാനും അല്ലെങ്കിൽ അത് വളരെ ഫലവത്തായിട്ട് പാകിസ്ഥാനിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുവാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ തന്നെ സാധിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഈ അഗ്നി പൃഥ്വി എന്ന് പറയുന്ന വലിയ ബിഗ് പ്രോജക്റ്റ് പോലെ തന്നെ ഈ ആകാശ് മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ DRDO, അതിൽ മീഡിയം റേഞ്ച് മിസൈലാണ്. സർഫസ് ടു എയർ മിസൈലാണ്, മീഡിയം റേഞ്ചാണ്. മിസൈൽ തന്നെ പലതുണ്ട്, ഷോർട്ട് റേഞ്ച് ഉണ്ട്, മീഡിയം റേഞ്ച് ഉണ്ട്, ലോങ് റേഞ്ച് ഉണ്ട്, പിന്നെ ബാലിസ്റ്റിക് മിസൈലുണ്ട്, അത് ഇന്റർ കോണ്ടിനെൻ്റൽ മിസൈലുകൾ എന്നൊക്കെ പറയും. കാരണം മറ്റു ഭൂഖണ്ഡത്തിലേക്കൊക്കെ നമുക്ക് വിക്ഷേപിക്കാൻ ഇപ്പോൾ അഗ്നിയൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് ചെയ്തിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാരത് ഇലക്ട്രോണിക്സ്, DRDO, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, DRDO ഈ രണ്ട് കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഈ ആകാശ് മിസൈലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയയിൽ, അതുപോലെ നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള അസറ്റ്സ്, രാജ്യത്തിൻ്റെ അസറ്റുകളൊക്കെ തന്നെ എനിമി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രോൺസ്, ഹെലികോപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എയർബോൺ ആയിട്ടുള്ള ഈ എനിമിയുടെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങൾ, വെപ്പൺസിനെ നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ ആകാശ് സർഫസ് ടു എയർ മിസൈലിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ നാഷണൽ അസറ്റ്, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ജാംനഗറിലൊക്കെയുള്ള ഈ റിലയൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട്, സീ പോർട്ട്, പെട്രോൾ കെമിക്കൽസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസിൻ്റെയൊക്കെ ബേസസ്,
സ്റ്റേഷൻസ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാഷണൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ അസറ്റും അതുപോലെ തന്നെ വളർന്നതായിട്ടുള്ള ഏരിയാസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വളരെ ഫലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ത്രെഡ്സിനെ നമുക്ക് ഒരുപോലെ തന്നെ ഒരേ സമയത്ത് വിവിധ ഓ, ഒരേ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഭീഷണികളെ നമുക്ക് ഫലവത്തായിട്ട് ഗ്രൂപ്പായിട്ട് ഓട്ടോണമസ് ആയിട്ടുള്ള മോഡിലൊക്കെ തന്നെ ഇതിനെ ഉപയോഗിച്ച് നമുക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. അപ്പോൾ അങ്ങനെയുള്ള ആയുധ ശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോൾ ഇന്ത്യ വളരെ നമുക്ക് അതിന് കഴിയും. അങ്ങനെ ഏറ്റവും ടെക്നോളജിയുടെ ഉന്നതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ വെപ്പൺ സിസ്റ്റത്തിലൊക്കെ ഏഹ്, വിശ്വാസം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതിനു മുമ്പ് നമ്മളിത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2022 അർമീനിയ 15 ആകാശ് മിസൈൽ സിസ്റ്റം ഏകദേശം 6000 കോടി രൂപയുടെ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. $720 മില്യൺ ആയിരുന്നു. ഫസ്റ്റ് ബാച്ച് നവംബർ 2024 ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസ്, ഈജിപ്റ്റ്, വിയറ്റ്നാം, ബ്രസീൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ആകാശ് മിസൈൽ സിസ്റ്റത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ട്, കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബയലാറ്ററൽ ടോക്സിൽ അല്ലെങ്കിൽ പരസ്പരം എന്താ പറയുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടെ ഒക്കെ അത് നമുക്ക് ഈ പറഞ്ഞ ഡീലുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ഇപ്പം ബ്രസീൽ, ഈജിപ്റ്റ്, വിയറ്റ്നാം, ഫിലിപ്പീൻസും വിയറ്റ്നാമും ഒക്കെ ഓൾറെഡി നമ്മളുടെ പിന്നെ ഡിഫൻസ് എന്താണ് പറയുന്നത് കസ്റ്റമേഴ്സാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അർമീനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ന് കൊടുക്കുന്നത് ഇന്ത്യയാണ്. ആൻറ്റി ഡ്രോൺ ഡി ഫോർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ഡിറ്റക്ട് ഡിറ്റർ ഡിസ്ട്രോയ് എന്ന് പറയുന്ന 4 സിസ്റ്റമാണ് ഈ D4 സിസ്റ്റം. അപ്പോൾ അത് ഡിഫൻസ് നമ്മുടെ DRDOയും അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ലൂടെ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിച്ചതാണ്. അപ്പോൾ ടർക്കിയുടെ ഡ്രോണുകൾ പാകിസ്ഥാനി ഓപ്പറേഷൻ സിന്ധുവിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ആധികാരികമായിട്ട് പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനും ഈ D4 സിസ്റ്റം കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ ഈ D4 സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിയൽ ടൈമിൽ സെർച്ച്, ഡിറ്റക്ഷൻ, ട്രാക്കിംഗ്, ന്യൂട്രലൈസേഷൻ, സോഫ്റ്റ്, ഹാർഡ് കിൽ അല്ലെങ്കിൽ ടാർഗറ്റ്സ് എല്ലാം നമുക്ക് ഇതുകൊണ്ട് ഈ വെപ്പൺ സിസ്റ്റം കൊണ്ട് നമുക്ക് കഴിഞ്ഞു. അതെല്ലാം അതുപോലെ നാഗാസ്ത്ര 1 ഇതെല്ലാം നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൽ ഉപയോഗിച്ചാണ്. പിന്നെ അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മളുടെ ഈ പറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വൻതോതിലുള്ള അറ്റാക്കായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. കാരണം നമ്മൾ വിചാരിക്കുന്നതൊട്ടത്ര അല്ലെങ്കിൽ നമ്മൾ നിസ്സാരവൽക്കരിച്ച് നമുക്ക് കാണേണ്ട ഒരു കാര്യമല്ലത്. കാരണം ടർക്കി ഇന്ന് ലോകത്തിലെ ഏറ്റവും ഡ്രോണിൻ്റെ മാനുഫാക്ചറിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. വളരെ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ വളരെ കുറഞ്ഞ ചിലവിൽ അവർക്ക് നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുന്നത് ടർക്കിയൊക്കെ ചൈന കഴിഞ്ഞാൽ പിന്നെ ടർക്കിയാണ് ഏറ്റവും മുന്നിലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടർക്കിയുടെ നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ നമുക്കെതിരെ അന്ന് അറ്റാക്ക് ചെയ്തിരുന്നത്. അപ്പം ബ്രഹ്മോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബ്രഹ്മോസ് മിസൈലാണ് സൂപ്പർസോണിക് മിസൈൽ. ഇന്നാണ് ലോകത്തിലെ ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച എന്താണ് പറയുന്നത് പ്രഹരശേഷിയും പ്രകടനശേഷിയുമുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറഞ്ഞാൽ. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് പിന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവരുടെ ഇന്നർ നമുക്കെന്താ പറയുന്നത് ഇന്റീരിയറിൽ ചെന്ന് അവരുടെ പാകിസ്ഥാൻ്റെ എയർബേസിലൊക്കെ പ്രിസിഷൻ സ്ട്രൈക്കൊക്കെ നടത്താൻ നമുക്ക് ഈ ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു പേടിസ്വപ്നമായിട്ട് ബ്രഹ്മോസ് മിസൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലിലും പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മോസാണ് ഇപ്പോഴത്തെ നമ്മളുടെ എന്താണ് പറയുന്നത് ഈ ഹീറോ എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ എയർ ഓഫൻസ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ശരിക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനം സീസ്ഫയറിന് വേണ്ടി വെടിനിർത്തലിന് വേണ്ടി അവർ കരഞ്ഞത് അല്ലെങ്കിൽ ബെഗ് ചെയ്തത് ഈ ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിൽ ഏറ്റവും
ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ബ്രഹ്മോസാണ് ശരിക്കും പറഞ്ഞാൽ. രണ്ടായിരത്തി ഈ ഈ വർഷം ഏപ്രിലിൽ ഫിലിപ്പീൻസിന് രണ്ടാമത്തെ പിന്നെ സെക്കൻഡ് ബാച്ച് ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിരുന്നു. കാരണം $375 മില്യൺ ഡീലായിരുന്നു അവർ 2022 ഇന്ത്യയായിട്ട് ഒപ്പുവെച്ചത്. അപ്പോൾ ഇന്തോനേഷ്യ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് നമുക്ക് ഏഹ്, സാധ്യതയുള്ളത് UAEയും സൗദി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വിയറ്റ്നാം, ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പിന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ നമുക്ക് ഏഹ്, എന്താണ് പറയുന്നത്, അതിവിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രാൻസ് ഈ നമ്മളുടെ ഈ പിനാക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും മിക്കവാറും ഫ്രാൻസ് അത് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. അപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ ഫ്രാൻസ് ഈ പറഞ്ഞ ലോങ് റേഞ്ച് നമ്മുടെ പിനാക റോക്കറ്റ് സിസ്റ്റത്തിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും അത് വളരെ അക്യുറേറ്റും കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസ് പോലുള്ള രാജ്യം നമ്മളുടെ വെപ്പൺ സിസ്റ്റത്തിലൊക്കെ വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ നമുക്കെന്ത് പറയാൻ ഏറ്റവും പിന്നെ പ്രൗ പ്രൗഡാകാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കേപ്പബിലിറ്റി വളരെ എന്താ പറയുക, അത്യാധുനികമായിട്ടുള്ള ഏറ്റവും സാങ്കേതിക വിദ്യകൾ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വെപ്പൺസ് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ആണ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാമ്പാണ്, അല്ലെങ്കിൽ ഒരു മുദ്രയാണ് ഫ്രാൻസിനെ പോലുള്ള രാജ്യമൊക്കെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഈ വെപ്പൺസ് മാനുഫാക്ചറിങ്ങിലുള്ള നമ്മളുടെ എഡ്ജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് നേടിയെടുത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ദീർഘകാലമായിട്ട് ഇതിനകത്തിൽ നമ്മളുടെ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ സെക്ടറിലുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി, എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തി, എന്നുവെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബജറ്റിനകത്തിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പം മറ്റ് രാജ്യങ്ങളെ ഒക്കെ അപേക്ഷിച്ച് നമ്മുടെ ഡിഫൻസ് ബജറ്റ് വളരെ പുറകിലാണ്. കാരണം നമുക്ക് ഒത്തിരി സാമൂഹിക സാമ്പത്തിക പ്രതിബ എന്താണ് പറയുന്നത്, ഈ ഓബ്ലിഗേഷൻസ് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ വാരിക്കോരി ഈ മേഖലകളിലൊന്നും കൊടുക്കുവാനും സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളത് വളരെ ഏഹ്, ലളിതവൽക്കരിക്കേണ്ട അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള അത്യാധുനിക വെപ്പൺ സിസ്റ്റം നിർമ്മിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ത്യ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം 100-ൽ പരം രാജ്യങ്ങൾക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ DRDO, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന പല പ്രധാനപ്പെട്ട കമ്പനികളോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളോ, അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള റിലയൻസ് ഉണ്ട്, അദാനി ഉണ്ട്, ലാസൻ ആൻഡ് ടൂബ്ര, L&T ഉണ്ട്, ടാറ്റയുണ്ട്, ഇങ്ങനെ പ്രധാനപ്പെട്ട പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇടത്തരം ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈക്കോ സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ടിൽ വളരെ ഏഹ്, എന്താണ് പറയുന്നത്, മുൻപന്തിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള, ഈവൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. ചീപ്പാന്ന് പറയുമ്പോൾ ക്വാളിറ്റി വൈസല്ല, പ്രൈസ് വൈസിൽ ഇപ്പോൾ ചൈനയുടെ കൂട്ടൊന്നുമില്ല. കാരണം നമുക്ക് വളരെ വില കുറച്ച്, ചിലവ് കുറച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ വളരെ അത്യുഗ്ര എന്താണ് പറയുന്നത്, വളരെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഈ പൊട്ടൻ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പല രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ ഇന്ത്യൻ ആയുധങ്ങൾ അഫോർഡ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യം കൊണ്ടും. കാരണം വിലക്കുറവാണെന്നും വിചാരിച്ച് അല്ലെങ്കിൽ ചീപ്പാണെന്ന് വിചാരിച്ച് അതിന് ക്വാളിറ്റി ഇല്ലെന്നുള്ളതല്ല, വളരെ
സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ തന്നെയാണ് ഇന്ത്യ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതും. അപ്പം ഈ വാങ്ങുന്ന ആൾക്കാർ പ്രൈസിൽ മാത്രമല്ല അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, പക്ഷേ കാരണം ഇത് നിസ്സാരമായിട്ടുള്ളൊരു മേഖലയോ അല്ലെങ്കിൽ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വാങ്ങുന്ന ആയുധങ്ങളുടെ ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള മേന്മയും മെച്ചമൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ, അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അങ്ങനെ. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഒക്കെ തന്നെ ഒരു ആയുധം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വിലയും നമുക്ക് പ്രധാനമാണ്. അതിനേക്കാളുപരി അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള ഇഫക്റ്റീവ്നെസ്സും കോമ്പറ്റീറ്റീവ്നെസ്സും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി ഏഹ്, അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തീർച്ചയായിട്ടും ആയുധങ്ങൾ വാങ്ങാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്ത്യയെ സമീപിക്കുന്ന രാജ്യങ്ങളും തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ഇന്ത്യൻ ആയുധങ്ങൾ കൂടുതൽ ലോകത്ത് പ്രിയമേറുകയാണ്. പ്രത്യേകിച്ച് ബ്രഹ്മോസ് പോലുള്ള ആകാശ് മിസൈൽ പോലുള്ള പിനാക റോക്കറ്റ് ലോഞ്ചർ പോലുള്ള സിസ്റ്റത്തിനൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇന്ത്യ ഡ്രോൺ മാനുഫാക്ചറിങ്ങിലും ഒട്ടും പിന്നിലല്ല. കാരണം ഇന്ത്യ ഡ്രോൺ മാനുഫാക്ചറിങ്ങിലും ഒക്കെ തന്നെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളെ ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഒരു മീഡിയം ടു ലോങ് ടൈം, ഒരു 5 to 10 ഇയേഴ്സിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനി, സോറി, ഒരു രാജ്യമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ആഗോള ആയുധ വ്യാപാരം എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആണ്. കാരണം അമേരിക്ക പോലുള്ള വൻ വൻ പാർട്ടികൾ അതിനകത്തിലുണ്ട്. എന്നുവെച്ചാൽ വളരെ സാങ്കേതികപരമായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ഈവൻ ഇസ്രായേൽ, അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്നെ തട്ടകമായിട്ടുള്ള ആയുധ കമ്പോളത്തിൽ വേണം ഇന്ത്യക്കും തീർച്ചയായിട്ടും മത്സരിക്കുവാനും ഇന്ത്യയുടേതായിട്ടുള്ള ഇടം നേടിയെടുക്കുവാനും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിനകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യ ഒട്ടും പുറകിലല്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. ഇതിനകത്തിലെ ടെക്നോളജിയുടെ സുപ്പീരിയോറിറ്റിയും ടെക്നോളജിയുടെ ക്വാളിറ്റിയും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പല ആയുധങ്ങളും ഒന്നുകിൽ DRDO അതിനകത്തിൽ ഒരു മേജർ ആയിട്ടുള്ള റോളും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നമ്മൾ പറഞ്ഞ സ്വകാര്യ മേഖലയുമായിട്ടുള്ള പങ്കാളിത്തത്തിൽ ഒന്നുകിൽ DRDO ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ DRDOയും സ്വകാര്യ മേഖലയിലുള്ള അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സോ പൊതുമേഖലയിലുള്ള ഈ പറഞ്ഞ ഡിഫൻസ് മാനുഫാക്ചേഴ്സോടെ കൊളാബറേറ്റ് ചെയ്താണ് ഒട്ടുമിക്ക ആയുധങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇക്കോസിസ്റ്റം വളരെ, എന്താണ് പറയുന്നത്, വൈബ്രൻ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് സെക്ടറിലും ഇപ്പം ഗവൺമെൻറ് അതിലൊക്കെ ഒത്തിരി ഉദാരവൽക്കരണങ്ങളും അല്ലെങ്കിൽ ഈ നയങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പബ്ലിക് സെക്ടറും വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു മേഖലയിൽ പങ്കെടുക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഇനി മുതൽ ഒരു 10 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു മേഖലയിൽ. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളെ ആയുധത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആ ഒരു പ്രവണത നമുക്ക് ഇപ്പോൾ ഉള്ളതിലും ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മളുടെ ആയുധങ്ങളുടെ പിന്നെ ഗുണമേന്മയൊക്കെ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോഴും നമുക്ക് പല മേഖലകളിലും നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്ത്യ ഇപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നമുക്ക് നടത്തുവാനും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വളർന്നു മുന്നേറുന്ന ഒരു ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ വൻ പുരോഗതി കൈവരിക്കുവാനും അല്ലെങ്കിൽ ഒരു, എന്താണ് പറയുന്നത്, ലോക കമ്പോള ആയുധ കമ്പോള ആയുധ കമ്പോള രംഗത്ത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകുകയും ഒത്തിരി രാജ്യങ്ങൾ ഇന്ത്യയുടെ വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും വാങ്ങിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു വർദ്ധിച്ച എന്താണ് ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ ആയുധങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ വാങ്ങിക്കുകയും അവരുടെ ഡിഫൻസിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ
ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു എന്താണ് പറയുന്നത്, നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു, കാരണം ലോകത്ത് നമ്മൾ ഇതുവരെ കേട്ടുള്ളത് അമേരിക്കയുടെ ആയുധങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ, ഫ്രാൻസിൻ്റെ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ, റഷ്യയുടെ ആയുധങ്ങൾ എന്നൊക്കെ ഉള്ളായിരുന്നു. ഈവൻ ചൈന. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയും ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും എന്താണ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒത്തിരി പുരോഗതിയുടെ പാതയിലേക്ക് ആയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുത കൂടാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രഹ്മോസ് ആണ് ഇപ്പോഴത്തെ ഹീറോ. ബ്രഹ്മോസ് പോലുള്ള മിസൈൽ സിസ്റ്റത്തിലൊക്കെ തന്നെ മിസൈലാണ് നമ്മളുടെ ശരിക്കുള്ള എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിൽ പ്രധാന മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം നമ്മളുടെ മിസൈൽ സിസ്റ്റത്തിലും റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിലും ഒക്കെ തന്നെയാണ്. ഫൈറ്റ് എയർക്രാഫ്റ്റ് ഒക്കെ നിർമ്മിക്കുന്നത് നമ്മൾ പടിപടിയായി നമ്മൾ മുന്നേറി വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഈ പറഞ്ഞൊരു കാലയളവിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഈ ഫൈറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ സാധിക്കും. അവിടുത്തെ നമ്മളുടെ ഈ ഫൈറ്റർ ജെറ്റ് എൻജിൻ്റെയൊക്കെ മേഖലയിൽ നമ്മൾക്ക് ഒത്തിരി എന്താണ് പറയുന്നത് പരിമിതികളും അല്ലെങ്കിൽ ഒത്തിരി പോരായ്മകളും ഒക്കെ തന്നെ. ആ ഒരു മേഖല നമ്മളൊന്ന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ വെച്ചടി വെച്ചടി മുന്നോട്ട് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ വൻ പുരോഗതി ഇന്ത്യക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ആയിട്ട് മറ്റു വീഡിയോയിൽ നമുക്ക് കാണാം, സംസാരിക്കാം. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.